പറയണം. ഫ്രണ്ടിൽ എയർ താത്തിക്കോ കേട്ടോ, മൊത്തത്തിൽ താത്തിക്കോ. ഇവിടെ കറക്റ്റായിട്ട് വണ്ടി ലാൻഡിങ് ആവും. ഇനി അടുത്ത സ്ഥലം നമുക്ക് ബാക്കിലാണ്. ബാക്കിൽ ഈ കാല് ലാൻഡിങ് ആക്കണം. അതിൻ്റെ അങ്ങനെ ട്രെയിലൊക്കെ മെല്ലെ മെല്ലെ താന്നു. തറയിൽ സീറ്റിംഗ് ആണ് കേട്ടോ. ഇതാണ് പെർഫെക്റ്റ് കണ്ടീഷൻ. അടുത്ത വണ്ടി നമുക്ക് വണ്ടിയിൽ ലോഡ് ചെയ്യാനായിട്ട് കയറ്റണം. അയാൾക്ക് കറക്റ്റ് സൈസ് പറഞ്ഞു കൊടുത്ത് വേണം. ലോവർ ദ ബാക്ക്. വണ്ടിയുടെ ഫ്രണ്ട് തട്ടിയിരിക്കണോണ്ട് കണ്ടോ, പൊളിഞ്ഞിരിക്കണോണ്ട് തട്ടിയിരിക്കണം. അപ്പോൾ ബാക്കിൻ്റെ എയർ ലിഫ്റ്റ് താത്തി കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതിലിങ്ങനെ കയറ്റി ഇവിടെ കൊണ്ട് നിർത്തണം വണ്ടിയിൽ. ഫൈനലി നമ്മൾ വണ്ടീനെ റോഡിൻ്റെ നടുക്കിട്ടിട്ടാണ് കയറ്റാൻ ശ്രമിക്കുന്നത്. വിഞ്ചിട്ടിട്ട് കയറ്റുകയാണ്. വിഞ്ച് കണക്ട് ചെയ്തിട്ടാണ് കയറ്റുന്നത്. ഇട്ട് വലിച്ചു വലിച്ചു വലിച്ചു. ബ്രേക്ക് 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 ഫുൾ ടൈറ്റ് ആക്കി. കറക്റ്റ് എഡ്ജിലാണ് വണ്ടി നിൽക്കണേ. നമ്മൾ വിഞ്ചേന്ന് ടൈറ്റ് ആക്കുമ്പോൾ വണ്ടി ഇതിൻ്റെ പുറത്തേക്ക് ഒട്ടും പോകാനായിട്ട് പാടില്ല. വണ്ടി പുറത്ത് നിന്ന് ഫൈൻ കിട്ടും. അപ്പോൾ അതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യണം. ഫുൾ ടൈറ്റ് ആയോ? അപ്പുറത്തെ സൈഡിൽ പോയാൽ സ്ലോലി കം ഡൗൺ. സ്ലോലി സ്ലോലി. ഇതിന് അറ്റത്തേക്ക് വരെ കൂടെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത്. ലിഫ്റ്റ് ബാക്ക്. ബാക്കിൽ അടി തട്ടുന്നതുകൊണ്ട് എയർ പൈപ്പ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ നമുക്ക്? ഓക്കെ ഓക്കെ. ടൈറ്റ് ആക്കിയിട്ട് ടൈറ്റ് ആയിക്കോ. സ്ലോലി സ്ലോലി. വണ്ടി ഏറ്റവും അടുത്ത് വന്നുകൊണ്ട് ഇതിനെ ടൈറ്റ് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഇതാണ് നമ്മുടെ ക്രെയിൻ ഓപ്പറേറ്റർ. ഈ വണ്ടീനെ നല്ല സ്ലോലി കം സ്ലോലി. Slowly, slow, towards here. Enough, come forward. More. Here. Slowly. Okay, forward. Straight. Okay. Stop. അപ്പുറത്തെ സൈഡിൽ എന്താ അവസ്ഥ എന്ന് നോക്കാം. ഇവിടെ ഗ്യാപ്പുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. ബാക്ക് ഡൗൺ. പുറകെ താത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറകെ താന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഗ്രൗണ്ട് ക്ലിയറൻസ് തറയിൽ മുട്ടാതെ കിട്ടും. മോർ ഫുൾ ഡൗൺ മാക്സിമം. നമ്മളവിടെ വണ്ടി
നമ്മുടെ വേറെ ട്രക്ക് വെച്ചിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഭാഗത്തേക്ക് വേറെ വണ്ടികളൊന്നും വരാതിരിക്കാനായിട്ട്. എന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, പറയാം. Towards that. Yeah. Right. Towards right. Stop. Okay, forward. ബാക്ക് പുള്ളിയോട് മാക്സിമം താഴ്ത്താൻ വേണ്ടി പറയുകട്ടോ. പറഞ്ഞു ഓക്കെ ലെറ്റ് മീ സീ. അടിയിൽ ഒരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതും ഫ്രണ്ടിക്ക് എടുക്കാൻ പറ്റില്ല. ചെറുതായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഇല്ല അല്ലേ, ചെറിയ ക്ലിയറൻസ് ഉണ്ട്. കാരണം നമുക്ക് ഫ്രണ്ടിൽ മുട്ടും. ഓക്കെ, ടേക്ക് ഫോർവേഡ് സ്ലോലി. ഓക്കെ, ഫിനിഷ്. അപ്പോൾ നമ്മുടെ വണ്ടി കറക്റ്റായിട്ട് നമ്മൾ ലോഡ് ചെയ്തു. ഇനി നമുക്ക് ഈ ഹൈഡ്രോളിക്കിൻ്റെ ലിഫ്റ്റുകൾ, ജാക്കുകളെല്ലാം നോക്കി സെറ്റ് ചെയ്യണം. നമ്മൾ ഈ വെച്ചിരിക്കുന്ന റെയിൽ പാത്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഇതിൻ്റെ അകത്തുനിന്ന് നമ്മൾ വലിച്ചെടുക്കുന്നതാണ് കേട്ടോ. ഇനി അതിന് ആ തുളയുടെ അകത്തേക്ക് വലിച്ചു കയറ്റും. ഓക്കെ, നമ്മുടെ ഹൈഡ്രോളിക്കിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഈ ഭാഗത്താണ് കേട്ടോ. ഈ വയർ എടുക്കുക, ഈ ഭാഗത്ത് കണക്ഷൻ കൊടുക്കുന്നു. ഇത് വണ്ടിയുടെ ബാറ്ററി എന്നുള്ള ഔട്ടാണ്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. ഇതാണ് കണക്ഷൻ. ഈ കണക്ഷൻ വഴിയാണ് നമ്മൾ ഹൈഡ്രോളിക്കിൻ്റെ ലിഫ്റ്റ് വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അതിൻ്റെ കൺട്രോൾ വരുന്നത് ഇവിടെയാണ്. ഈ കാണുന്ന വെള്ളയും റെഡും വയറുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചാലാണ് നമ്മൾ സ്റ്റാർട്ടാക്കുന്നത്. പിന്നെ ഇത് ബാക്കിൽ റാമ്പ് പുറത്തേക്ക് വരാനും അകത്തേക്ക് വരാനും. ഇത് റൈറ്റ് സൈഡിലുള്ളത് ആണ് നമ്മുടെ വിഞ്ചിൻ്റെ വരുന്നത്. ചേട്ടാ ഇത് പൊക്കാവോ, ലിഫ്റ്റ് ചെയ്യാവോ? ഓക്കെ അല്ലേ? ഓക്കെ ഇനി നമുക്കത് പൊക്കാം. അതെ, ലോക്ക് മൊത്തം. അപ്പോൾ നമ്മൾ അതിൻ്റെ കാല് രണ്ടും ഈ കുറ്റിയിലാണ് നിൽക്കുന്നത്. അത് രണ്ടും താക്കുക, പുറത്തെടുത്ത് കറക്റ്റ് പൊക്കുക. ഇനി ആ ഹൈഡ്രോളിക് ആ വണ്ടിയുടെ ഈ വാതിലടച്ചോ, അന്ന് കറക്റ്റ് എനിക്ക് വീഡിയോയിലേക്ക് കിട്ടും. വണ്ടി ആകെ ഇടിച്ച് പൊളിഞ്ഞിരിക്കുക. ഹൈഡ്രോളിക് പുറത്തേക്കല്ലേ? അല്ല, അത് അകത്തേക്കാക്കാം. നമ്മുടെ ടെയിലകത്തേക്കാക്കാം. ലെഫ്റ്റിലെ ലെഫ്റ്റിലെയാണ് നമ്മൾ ടെയിലിന് മുന്നിലേക്ക് ആക്കുന്നത്. ഓപ്പോസിറ്റ് അല്ലേ? ഉണ്ടോ, ഇത് നല്ല ഉള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ലിവറിനെ ഉള്ളിലേക്ക് പുഷ് ചെയ്ത് പിടിച്ചാൽ നമ്മൾ ടെയിൽ ഹൈഡ്രോളിക്കിൽ വർക്ക് ചെയ്യണതാണ്. നിങ്ങൾക്ക് കാണാം, ഹൈഡ്രോളിക്കിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും. മൊത്തം മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് നല്ല റിസ്ക്കാണ് കേട്ടോ. നമ്മൾ വണ്ടി ഒരു 4 ഇടത്തേക്ക് മാറ്റി ഇടേണ്ടി വന്നു. ആ കാണുന്ന പുള്ളിയുടെയാണ് വണ്ടി ആയിരുന്നത്. പുള്ളിയുടെയാണ് ആക്സിഡൻ്റ് ആയത്. ആ കിടക്കുന്ന ഇവാക്കോ നമ്മൾ രാവിലെ കൊണ്ട് കൊടുത്ത ഇവാക്കോയാണ്. പൊടിക്കോടെ ഉണ്ട്. ആ സ്റ്റോപ്പായി. അപ്പോൾ അത് സ്റ്റോപ്പായി. ഇനി ഇതിൻ്റെ ഈ കവർ മാത്രം ഇട്ടാൽ മതി. അതിനെ വലിച്ചു പിടിക്കുക, ലോക്ക് ഇടുക. ഈ ലോക്കും അങ്ങനെ വലിച്ചു പിടിക്കുക. അപ്പോൾ അത് രണ്ടും അടഞ്ഞു. ഇനി നമുക്ക് വണ്ടിയുടെ ടയറുകളെല്ലാം സ്ട്രാപ്പിട്ട് ടൈറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വണ്ടിയുടെ എല്ലാം ബെൽറ്റ് അടിച്ചു. ഒന്ന് ബെൽറ്റുകൾ വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു സ്റ്റോപ്പർ വയ്ക്കും.
ടയറിൻ്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെയാണ് ബെൽറ്റ് വരുന്നത്. ഇവിടെ ഒരു ബെൽറ്റ്, ഫ്രണ്ടിൽ ഇവിടെ സ്റ്റോപ്പറുണ്ട്. അതുപോലെ തന്നെ അവിടെ ബെൽറ്റ് അപ്പർ സൈഡിലുണ്ട്. ഞാൻ അപ്പർ സൈഡിൽ വന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇവിടെ സ്റ്റോപ്പർ, ഇവിടെയും ബെൽറ്റ് അടിച്ചു. മൊത്തം പൊളിഞ്ഞു പോയ ഭാഗം ഇവിടെയാണ്. അവിടെ നമ്മൾ സ്റ്റോപ്പർ വെച്ച് ബെൽറ്റ് അടിച്ചു. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ഫുൾ പരിപാടി കഴിഞ്ഞ് നമ്മുടെ വണ്ടി നമ്മൾ